ഹലോ ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററുകാരുടെ കോർ കോഴ്സായിട്ടുള്ള ഫൗണ്ടേഷൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു ടോട്ടൽ ഓവർവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. BA പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ് പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. താഴെ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിതിൽ ടോട്ടൽ 5 മൊഡ്യൂൾസാണ് പഠിക്കാനുള്ളത്. 5ഉം നല്ല എളുപ്പമുള്ള മൊഡ്യൂൾസാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് മീനിങ് പഠിക്കാനുണ്ട്, സ്കോപ്പ് പഠിക്കാനുണ്ട്, സിഗ്നിഫിക്കൻസ് പഠിക്കാനുണ്ട്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ അപ്രോച്ചസ് പഠിക്കാനുണ്ട്. ഏതൊക്കെ തരത്തിൽ ട്രഡീഷണൽ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഉണ്ട്, ഫിലോസഫിക്കൽ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഉണ്ട്, ലീഗൽ ഉണ്ട്, അങ്ങനെ കുറച്ച് അപ്രോച്ചസ് പഠിക്കാനുണ്ട്. പിന്നെ മോഡേൺ അപ്രോച്ചസ് ആയിട്ടുള്ള എംപിരിക്കൽ, ബിഹേവിയറൽ ആൻഡ് പോസ്റ്റ് ബിഹേവിയറലും, അതുപോലെ എന്താണ് ലിബറൽ അല്ലെങ്കിൽ മാർക്സിയൻ ട്രഡീഷൻസ് എന്നും നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ആണ്. അവിടെ മീനിങ് ആൻഡ് ഇൻ്റർ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും പിന്നെ നേച്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ്, അതായത് ലിബറൽ, മാർക്സിയൻ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. പിന്നെ സ്റ്റേറ്റിൻ്റെ എലമെൻറ്റ്സ് എന്താണ്, പിന്നെ സ്റ്റേറ്റിൻ്റെ ഒറിജിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ്, അതുപോലെ എവല്യൂഷണറി തിയറി എന്താണെന്നൊക്കെ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള സ്റ്റേറ്റ്സ് ആൻഡ് സൊസൈറ്റിയിൽ പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റം ആണ്. അത് സിസ്റ്റം അനാലിസിസ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്, സ്ട്രക്ചറൽ ഫംഗ്ഷൻ അനാലിസിസ്, അങ്ങനെ 2 കാര്യങ്ങളാണ് നമുക്ക് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്ന തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഫോർത്ത് മൊഡ്യൂളിൽ സോവറിനിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് പരമാധികാരം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ മീനിങ്, മോണിസ്റ്റിക് ആൻഡ് പ്ലൂറലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻസ്, അതുപോലെ ഗ്ലോബലൈസേഷനിൽ സോവറിനിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺടാക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ്. അതിൽ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് പഠിക്കാനുണ്ട്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതിൻ്റെ ഒക്കെ ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള എന്നാൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പേപ്പറാണ് നമ്മുടെ കോർ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ തന്നെ ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് ക്ലാസ്സുകളും ഉണ്ടാവും കേട്ടോ.